friends, welcome back to my YouTube channel. ഇന്ന് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്വാദിഷ്ടമായ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക, വളരെ ഇഷ്ടമാവും. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡ് കൂടിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ഈ സലാഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബേക്കേഴ്സിൻ്റെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണിന് 1 കപ്പ് പാല് എന്നാണ് ഇതിൻ്റെ കണക്ക്. 2 ടേബിൾ സ്പൂൺ ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാ തിളപ്പിക്കാത്ത പാല് തന്നെ, തണുത്ത പാല് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമ്മുടെ പാല് ഏകദേശം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാം. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ 1/2 കപ്പ് ഷുഗറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തണുപ്പിക്കുന്നതിന് അല്പം മധുരം കൂടി നിൽക്കുന്നതാണ് നല്ലത്. നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം കൂടി വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർക്കണം. പാല് തിളക്കാൻ വെക്കരുത്, അപ്പോൾ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ചൂടാവും തോറും ഇതൊന്ന് തിക്കായി വരും. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് തിക്കായി വരുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് ഏകദേശം ഒന്ന് തിക്കായി വരുന്നുണ്ട്. നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇതിപ്പോൾ നല്ലവണ്ണം തിക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഇതിൻ്റെ ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതുപോലെ പകുതിയായിട്ട് അടച്ചു വെക്കുക. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സുകൾ ചേർക്കാം. ഞാൻ 1/2 കപ്പ് അനാറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ഗ്രേപ്സ്, ഒരു ബനാന ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ ഈന്തപ്പഴം 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി അല്പം ബ്ലാക്ക് റൈസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വളരെ ഹെൽത്തിയായ ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അല്പം കാഷ്യൂ നട്ട്സും കുറച്ച് പിസ്തയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഇത് ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സാണോ ഉള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുപ്പോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പികൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.